തിരുപ്പതി ക്ഷേത്രത്തിൽ നമുക്കറിയാം ഇന്നലെ രാത്രിയോടെയായിരുന്നു തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടം. അതിൽ തുടക്കത്തിൽ 4 പേരുടെ മരണം എന്ന വാർത്തയാണ് വന്നത്. ഇപ്പോൾ 6 പേർ മരണസംഖ്യ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്തു. ഏതാണ്ട് 30ഓളം പേർ ചികിത്സയിലുണ്ട്. അതിൽ പലരുടെയും നില അതീവ ഗുരുതരം എന്നൊരു സാഹചര്യം വിട്ട് മുന്നോട്ട് പോയിട്ടില്ല. രാത്രി 7 മണിക്കുണ്ടായ അപകടത്തിൽ ഏകാദശിയുടെ ദർശന കൂപ്പൺ വിതരണം ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്നുണ്ടായ അപകടം എന്നതാണ് മനസ്സിലാക്കുന്നത്. വൈകുണ്ഠ ഏകാദശി കൂപ്പൺ വാങ്ങുന്നതിനായി ആളുകൾ കൗണ്ടറിലേക്ക് കൂട്ടത്തോടെ ഇടിച്ചു കയറി. അതിനെ തുടർന്നായിരുന്നു പരുക്കടക്കം ഏറ്റത്. എന്തായാലും ആന്ധ്ര സർക്കാർ ഇപ്പോൾ സമഗ്ര അന്വേഷണത്തിന് തീരുമാനമെടുത്തിരിക്കുന്നു. കളക്ടറും SP-യും അടക്കമുള്ളവർ വിശദീകരണം നൽകണം എന്ന ഉത്തരവ് വന്നിട്ടുണ്ട്. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് സ്ഥലം സന്ദർശിക്കുന്നുണ്ട് എന്നതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ന്യൂസ് ഡെസ്കിൽ നിന്നും സിന്ദൂരി ചേരുന്നുണ്ട് വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളുമായി. സിന്ദൂരി, ഗുഡ് മോർണിംഗ്. അങ്ങേയറ്റം വേദനയുള്ളൊരു വാർത്തയാണ്. കാരണം അപ്രതീക്ഷിതമായി ആണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചത്. സ്ത്രീകളും പുരുഷന്മാരും അടക്കം 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതീവ ഗുരുതരമായി ചികിത്സയിൽ നിരവധി പേരുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ അനുശോചനം രാവിലെ വന്നിട്ടുണ്ട്. ആന്ധ്ര മുഖ്യമന്ത്രി ഇതാ തിരുപ്പതിയിലേക്ക് എത്തുന്നു. ഇതിന്റെ ഒരു അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ഏറ്റവും ആദ്യം അറിയേണ്ടത് ഇപ്പോൾ 6 പേർ എന്ന മരണസംഖ്യ, അത് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഗുഡ് മോർണിംഗ് കാവ്യ. കാവ്യ പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം ഗുരുതരമായ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 6 പേരാണ് ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എത്രത്തോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, എത്ര പേർ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു വ്യക്തമായ കണക്ക് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിൽ തന്നെയും പരിക്കേറ്റവരുടെ നില, പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എങ്കിൽ തന്നെയും ചിലപ്പോൾ ഈ മരണസംഖ്യ കൂടുവാനുള്ള സാഹചര്യവും ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. കാരണം അത്രയേറെ ഒരു വലിയ ഒരു തിക്കും തിരക്കുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുവാൻ സാധിക്കും. ഈ ജനുവരി 10, അതായത് നാളെയാണ് ഈ വൈകുണ്ഠ ഏകാദശി നടക്കുന്നത്. അതിനായിട്ടുള്ള ഒരു കൂപ്പൺ, വൈകുണ്ഠദ്വാര അതിലേക്കുള്ള കൂപ്പണിൻ്റെ 90 കൗണ്ടറുകളാണ് ഈ ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിരുന്നത്. ഈ 90 കൗണ്ടറുകളുടെ മുന്നിലും ഇത്തരത്തിലുള്ള നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സമയത്ത് ഈ കൗണ്ടർ തുറന്ന ആ ഒരു വേളയിൽ ഈ നിര തെറ്റിച്ച ആളുകൾ കൂട്ടത്തോടെ കൗണ്ടറിനുള്ളിലേക്ക് കൂപ്പണിനായിട്ട് ഇടിച്ചു കയറാൻ ശ്രമിച്ചാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അതല്ല, ചില വാക്കുതർക്കങ്ങൾ ഇതിൻ്റെ ഈ നിര തെറ്റിച്ചതുമായി തുടർന്ന് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി. ആ വാക്കുതർക്കങ്ങളും ഇത്തരത്തിലുള്ളൊരു അപകടത്തിലേക്ക് കൂടുതൽ ആളുകൾ താഴെ വീഴുവാനും അവരുടെ മുകളിലേക്ക് ആളുകൾ വീഴുവാനും മറ്റുമുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. എന്തു തന്നെയായാലും ആ ഒരു അപകടത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് 3 പേർ മരിച്ചു എന്നായിരുന്നു. പിന്നീട് 4 ആയി. ഏതാണ്ട് ഇന്നലെ രാത്രിയിൽ തന്നെ 6 പേർ മരണപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അതിൽ ഇന്നലെ തന്നെ ഈ ഒരു നമുക്ക് പല ദൃശ്യങ്ങളിലും കാണുവാൻ സാധിക്കും. ഈ അപകടം സംഭവിച്ച സമയത്ത് തന്നെ ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിലൊന്നും നിൽക്കുന്ന ഒരു നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല അവിടെ അന്നേരം സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഈ ഒരു ഇതിൽ സമഗ്രമായ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാവ്യ പറഞ്ഞ പോലെ തന്നെ ആന്ധ്ര മുഖ്യമന്ത്രി ഇന്ന് ക്ഷേത്രത്തിലെത്തി, സംഭവസ്ഥലത്തെത്തി കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സമഗ്ര അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രധാന അന്വേഷണം എന്ന് പറയുന്നത് ഇത് ഒരു സ്വാഭാവികമായി ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ടതാണോ, അല്ലെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനെ ഒരു അപകടം സൃഷ്ടിക്കുവാൻ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തുടങ്ങി എല്ലാ മേഖലയും നോക്കിക്കൊള്ളൊരു അന്വേഷണമായിരിക്കും ഇവർ പ്രഖ്യാപിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ തിരുപ്പതി ക്ഷേത്രത്തിൽ നടന്നത്. നമുക്കറിയാം, ഭാരതത്തിലെ ഏറ്റവും അധികം ആളുകൾ, ഭക്തർ എത്തുന്ന ഒരു ആരാധനാലയമാണ് തിരുപ്പതി. ഒരു ആരാധനയ്ക്ക് എത്തുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട്, ഒരു വിനോദ തീർത്ഥാടന കേന്ദ്രമായിട്ട് പോലും ആളുകൾ അവിടേക്ക് എത്തിച്ചേരാറുണ്ട്. അങ്ങനെ ഒരു വലിയ തിക്കിലും തിരക്കിലും, പ്രത്യേകിച്ചും ഈ നാളെ ഒരു ജനുവരി 10 വൈകുണ്ഠ ഏകാദശി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുവാനായി പ്രദേശവാസികളായിട്ടുള്ളവരും പുറത്തു നിന്നുള്ളവരുമായിട്ടൊരു വലിയ ആളുകളുടെ ഒരു വൃന്ദം അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇത്തരത്തിലൊരു അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അപ്പം നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അറിയാം ഈ ഒരു മരണസംഖ്യ കൂടുമോ ഇല്ലയോ എന്ന് പറ്റി ഇനി നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ കാവ്യ.